ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട റൂളിനെ പറ്റിയാണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ ധാരാളം സ്ഥലത്ത് ഉപയോഗപ്പെടുത്തുന്ന ഒരു റൂൾ, ബോർഡ് മാസ് റൂൾ. ബോർഡ് മാസ് റൂളിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ധാരാളം പ്രോബ്ലംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോർഡ് മാസ് റൂളിനെ പറ്റിയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബോർഡ് മാസ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രിക്കാണ്. ഒരു സൂത്രവാക്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ട്രിക്കാണ്. ഒരു കൂട്ടം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് തന്നിരുന്നാൽ അതിന്റെ ഓർഡർ മനസ്സിലാക്കിയിരിക്കാനുള്ള ഒരു ട്രിക്കാണ് എന്ത്? ബോർഡ് മാസ്. ഓക്കെ, ഒരു കൂട്ടം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് തന്നിരുന്നാൽ അതിന്റെ ഓർഡർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ട്രിക്ക്. സോ ഒരു കൂട്ടം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പ്ലസ് ആകാം, മൈനസ് ആകാം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെ എന്തും ആകാം. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് തന്നിരുന്നാൽ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത് ഒരു പ്രത്യേക പാറ്റേണിലാണ്. നമുക്ക് തോന്നുന്നിടത്തും തുടങ്ങാൻ പറ്റൂല. ഇപ്പം നമ്മുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇടകലർന്നിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് ബോർഡ് മാസ് റൂൾ പറയുന്നത്. അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ട്. ആദ്യം ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നിരുന്നാൽ അതിനകത്ത് ബ്രാക്കറ്റിനകത്ത് ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാകണം നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യുന്നത്. സോ ആദ്യത്തത് ബി, അതായത് ബ്രാക്കറ്റിനകത്തുള്ളത് വേണം നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ. ബ്രാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്. അതായത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ട്, ദെൻ വേറൊരു ടൈപ്പ് ബ്രാക്കറ്റ് കൂടെ ഉണ്ട്. ഇതാണ് ഈ ഒരു സിമ്പലാണ്. നമ്മൾ സെറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ബ്രാക്കറ്റ് ആണ്, ദാറ്റ് ഈസ് കേളി ബ്രാക്കറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ബ്രാക്കറ്റിനകത്ത് ചില എക്സ്പ്രഷൻസ്, അതായത് 2+3 എന്നോ 3/1 എന്നോ വന്ന എക്സ്പ്രഷൻസ് ബ്രാക്കറ്റിനകത്ത് ഉണ്ടെങ്കിൽ അതായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പ്രോബ്ലംസ് നമ്മൾ പഠിക്കുമ്പോൾ അത് വിശദമായിട്ട് എന്തായാലും പറഞ്ഞുതരാം. അടുത്തത് അപ്പൊ ബി ആയി. അടുത്ത രണ്ടാമത്തെ എന്താണ്? ഓ. ഓ സ്റ്റാൻഡ്സ് ഫോർ ഓഫ്. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പവേഴ്സ്. അതായത് ലോ ഓഫ് ഇൻഡിസസ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലാണ്. ബ്രാക്കറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? ലോ ഓഫ് ഇൻഡിസസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവൂ. അതായത് എന്താണ്? x² x³ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. √x അങ്ങനെയാണ് നമുക്ക് വരും. ഓക്കെ, അടുത്തത് വന്നത് ഓ കഴിഞ്ഞു. അതായത് ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക, അതിനുശേഷം പവേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 2³ 2² 5² അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തേത് എന്താണ്? ഡി. സിമ്പിൾ. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. രണ്ട് സംഖ്യകൾ ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം മാത്രമാണ്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യുക, ഓഫ് പവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യുക, അതിനുശേഷം മാത്രം ഡിവിഷനിലേക്ക് കടക്കുക. ദെൻ ഡിവിഷൻ ചെയ്തതിനു ശേഷം മാത്രം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഡിവിഷൻ ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഡിവിഷൻ ചെയ്തത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതാണ് ബോർഡ് മാസ് റൂളിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ. ഡിവിഷൻ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദെൻ ഫിഫ്ത്ത് വൺ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അഡീഷൻ. ദെൻ ഫൈനലി ആർ, സോറി എസ് ആണ്. സോ എസ് എന്തായിരിക്കും? സബ്ട്രാക്ഷൻ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ഷനും ചെയ്യാം. അപ്പൊ ഇത് നാലുമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അവസാനത്തെ രണ്ടെണ്ണത്തിന്റെ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാം? ഓർഡർ മേ ബി ചേഞ്ച്. ഓർഡർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. ആദ്യം അഡീഷൻ ചെയ്തിട്ട് പിന്നെ സബ്ട്രാക്ഷൻ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ആദ്യം സബ്ട്രാക്ഷൻ ചെയ്തിട്ട് പിന്നീട് അഡീഷൻ ചെയ്താലും സെയിം ആയിരിക്കും. ഉദാഹരണം നോക്കിക്കോളൂ, 2+3 - 5. ഇത് ഓർഡിനറി ആയിട്ട് നമ്മൾ സിംപ്ലിഫൈ എന്ത് ചെയ്യും? ഒരൊറ്റ സിംപ്ലിഫൈ ചെയ്ത് തരും. 2+3 5. 5 - 5 എന്താണ്? 0. ബോർഡ് മാസ് റൂൾ പ്രകാരം ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി വേറൊരു മെത്തേഡ് ഉണ്ടല്ലോ, 3 - 5. അത് ആദ്യം ചെയ്യാം. 3 - 5 എത്ര? -2. -2 + 2 = എത്രയെന്ന് കിട്ടും? അതും 0 തന്നെ കിട്ടും. സോ അഡീഷണൽ സബ്ട്രാക്ഷൻ മാത്രമാണെങ്കിൽ അവിടെ ഈ ഒരു ബോർഡ് മാസ് റൂളിന് പ്രാധാന്യമില്ല. ബാക്കിയുള്ളതൊക്കെ വരികയാണെങ്കിലാണ് പ്രാധാന്യം. അഡീഷണൽ സബ്ട്രാക്ഷൻ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്തും ചെയ്യാം. ആദ്യം സബ്ട്രാക്ഷൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ ഇതാണ് എന്ത്? ബോർഡ് മാസ് റൂൾ. ഒരു കൂട്ടം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇടകലർത്തി നമുക്ക് തന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യുക. ബി. ഓ. അടുത്തെന്ത് ചെയ്യുക? പവർ ഓഫ്, അതായത് പവറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. 2² 3² അങ്ങനെ x⁻n ടേംസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതടുത്ത് സിംപ്ലിഫൈ ചെയ്യുക. അവിടെ പ്രധാനമായിട്ട് ലോ ഓഫ് ഇൻഡിസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക.
അടുത്ത എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, അടുത്ത അഡീഷൻ, അടുത്ത സബ്ട്രാക്ഷൻ. ദിസ് ഈസ് BODMAS rule. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് 2 into 3 minus 6. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2 into 3 minus 6. നമ്മൾ ഓർഡിനറി ആയിട്ട് ചെയ്യുന്ന സിംപ്ലിഫിക്കേഷൻ ആണ്. നമ്മൾ BODMAS റൂൾ പഠിപ്പിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ഭാഷയിലൂടെ ചെയ്യുന്നു എന്ന് മാത്രം. സോ BODMAS എന്താണ് പറയുന്നത്? ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് വിട്ടു. അടുത്ത് ഓഫ് പവർ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും റൈസ് ടു എന്തെങ്കിലും സമയം ഉണ്ടോ? അതായത് 3 സ്ക്വയർ ഉണ്ടോ, 6 സ്ക്വയർ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, അപ്പോ ബിയും ഇല്ല, ഓയും ഇല്ല. അടുത്ത് ഡി ഉണ്ടോ നോക്കുക. എന്താണ്? ഡിവിഷൻ ഉണ്ടോ നോക്കുക. ഡിവിഷൻ ഉണ്ടോ? ഇല്ല. അടുത്ത് എം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. സോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെ തമ്മിൽ? ഈ നമ്പർ തമ്മിൽ. 2 into 3 എന്താണ്? 6. സോ ഈക്വൽ ടു 6. അടുത്ത് എന്താണ്? -6. 6 - 6 = 0. അവിടെ അഡീഷൻ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. 2 into 3 - 6 ഒരൊറ്റത്തിന് സിംപ്ലിഫൈ ചെയ്ത് 2 into 3 6. 6 - 6 = 0. അത് തന്നെയാണ് ഇവിടെയും ചെയ്തത്. എപ്പോഴും ഇങ്ങനെ ആവണമെന്ന് ഇല്ല, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ 2 into 3 - 6. സോ ഇവിടെ അഡീഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അടുത്ത് എന്ത് ചെയ്തത്? സബ്ട്രാക്ഷൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 divided by 1 into 5 minus 1. ആസ് യൂഷ്വൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ബ്രാക്കറ്റും ഇല്ല, പവറും ഇല്ല. അടുത്ത് എന്താണ് അപ്പോൾ ഉള്ളത്? ഡിവിഷൻ ആണുള്ളത്. കണ്ട, ഡിവിഷൻ സിമ്പിൾ ഉണ്ട്. ആരൊക്കെ തമ്മിലാണ് ഡിവൈഡ് ചെയ്യുന്നത്? 3നെയും 1നെയും ഡിവൈഡ് ചെയ്യുക. എന്തുവരും? 3 = 3. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. അടുത്ത് എന്ത് ചെയ്യുക? ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ. 3നെ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5. 3 into 5. അപ്പൊ എത്രയെന്ന് കിട്ടും? 3 into 5 15. ദെൻ ഫൈനലി എന്തുണ്ട്? ഒരു -1 = 40. ഇതാണ് പ്രൊസീജിയർ. BODMASന്റെ റൂൾ മനസ്സിലുണ്ടായിരുന്നാൽ മാത്രം മതി. സോ ആദ്യം 3 divided by 1 ഡിവിഷൻ ചെയ്തു. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ട്. അപ്പൊ ഇവിടെ കിട്ടിയ ആൻസറും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് 3 എന്ന് ഇട്ട് 3ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്തു 15. അടുത്ത് എന്ത് ചെയ്യുക? അവിടെ അഡീഷൻ ഇല്ല, അതുകൊണ്ട് അടുത്ത് എന്ത് ചെയ്യുക? സബ്ട്രാക്ഷൻ ചെയ്യുക. 15 - 1 = 40. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ രണ്ടെണ്ണം. അടുത്തത് 7 + 8 - 3 into 2. സിമ്പിൾ ആണ്. 7 + 8 - 3 into 2. ഇവിടെ ബി ഇല്ല, ഓ ഇല്ല, ഡി ഇല്ല. ബി ഉണ്ട്, ബി ഇല്ല, ഓ ഇല്ല, ഡി ഇല്ല. ഓക്കെ, അടുത്ത് അപ്പൊ എന്താണ്? മൾട്ടിപ്ലിക്കേഷനിലോട്ടാണ് പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ആരൊക്കെ തമ്മിലാണ് ചെയ്യേണ്ടത്? പല കുട്ടികളും തെറ്റിക്കും. 3 ഉം 2 എന്നത് ചെയ്തങ്ങ് വെക്കും. അതാണോ? അല്ല. ഇവിടെ 3ക്ക് ഒരു കോഎഫിഷ്യന്റ് ഉണ്ട്. മൈനസ് എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ഇവിടെ ഉണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -3ഉം 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ 3യുടെ കോഎഫിഷ്യന്റ് മൈനസ് ആണ്. സോ -3 into 2 -6. ബാക്കി ഇവിടെ എന്താണ്? 7ന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. -6 അത് അണ്ടർസ്റ്റുഡ് ആണ്. മൈനസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കാണിക്കേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. -6 + 6 7 + 8. അപ്പോൾ ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഇനി എന്ത് ചെയ്യുക? സാധാരണ സിംപ്ലിഫിക്കേഷൻ. ആദ്യം അഡീഷൻ ചെയ്യുക. 7 ഉം 8ഉം കൂട്ടി എത്ര? 15. 15 4 കുറച്ചാൽ 9. സോ ഇതാണ് ആൻസർ. 7 + 8 15. 15 - 6 9. സോ ഇതാണ് അവിടത്തിലോ. അടുത്തത് ഫോർത്ത് വൺ, 10 + 3 into 4 - 2 divided by 2. ആസ് യൂഷ്വൽ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. അപ്പൊ അടുത്തെന്താണ്? ഡിവിഷൻ. ഡിവിഷൻ ഇവിടെ നിങ്ങൾ നോക്കുക. 2ന്റെ കോഎഫിഷ്യന്റ് മൈനസ് ആണ്. സോ -2/2. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. -2/2 എത്ര വരും? ആദ്യത്തല്ല അതേപോലെ ഇത് 10 + 3 into 4 = 10 + 3 into 4 -2/2. -2/2 എത്ര? -2/2. 2 into 2 ഡിവൈഡ് ചെയ്താൽ 1. ആ മൈനസ് അതേപോലെ കൊടുക്കുക. -1. സോ 4 into -1. ഈ ബ്രാക്കറ്റ് ആണ് നമ്മൾ മാറ്റിയപ്പോൾ -1 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാ ഇവര് 3 പേരും തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ? 3 into 4 into -1. 3 into ഇവിടെ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ. സോ ഇവർ 3 പേരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into 4 into -1 എത്രയെന്ന് വരും? 10. 3 into 4 12. 12 into -1 -12. സോ 10 - 12. അപ്പോൾ 10 - 12. 10 - 12 കണ്ടുപിടിക്കാൻ നമുക്കറിയാം. വലുതിന് ചെറുത് കുറച്ചിട്ട് എന്ത് ചെയ്യുക? വലുതിന്റെ ചിഹ്നം കൊടുക്കുക. സോ 10 - 12 എത്രയാ? -2 എന്ന് കിട്ടും. 12ൽ നിന്ന് 10 കുറയ്ക്കുക. 2. ഇവിടെ വലുത് 12. 12ന്റെ ചിഹ്നം നെഗറ്റീവ്. സോ ഉത്തരം -2 എന്ന് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈസിയാണ്. സോ ഇവിടെ ആൻസർ എത്രയെന്ന് കിട്ടി? -2. ഈസിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. 2² into 2⁵ -6. ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള ബ്രാക്കറ്റ് ഉണ്ട്. ഓപ്പൺ, ക്ലോസ്ഡ്, ദെൻ ഫെയർലി ബ്രാക്കറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ ഇവിടെ
എന്തുണ്ട്, ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്. അത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് എന്തുണ്ടെങ്കിലും അവിടെ ആദ്യം നമ്മൾ ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് ഇവിടെ എന്തുണ്ട്, 2^2 × 2^5. 2^2 × 2^5. സോ 2^2 × 2^5. എന്ത് ഓടി വരണം? ലോ ഓഫ് ഇൻഡിസസ് മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ അത് ഓടി വരേണ്ടതുണ്ട്. 2^2 × 2^5. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നമ്മൾ ലോ ഓഫ് ഇൻഡിസസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടെത്താൻ മാത്രം മതി. ലോ ഓഫ് ഇൻഡിസസുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. സോ x⁻m × x⁻m ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ 2 × ആണ്, ബേസ് ഈക്വൽ ആണ്. സോ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. സോ ഇതെന്ത് വരും, ബ്രാക്കറ്റ് മാറ്റിയാണ്. അപ്പോൾ ബ്രാക്കറ്റ് കളയുമ്പോൾ നമ്മൾ അകത്തുള്ള സിംപ്ലിഫൈ ആണ്. സോ 2² × 2^5. അപ്പൊ ബേസ് അതേപോലെ എഴുതിയിട്ട് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 2 + 5 7. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം സിംപ്ലിഫൈ ചെയ്യുക. സോ ബ്രാക്കറ്റിനകത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടി, 2² × 2^5 ലോ ഓഫ് ഇൻഡിസസ് ഉപയോഗിച്ച് 2^7. ഈ ഒരു ഇതാണ് അവിടെ റിസൾട്ടിലൂടെ എന്തായാലും എഴുതാം, x⁻m+n എന്നാണ് അതിന്റെ ഉത്തരം. സോ ഇതാണ് അതിന്റെ ആൻസർ. സോ 2^7 - 6. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 2^7 അറിയണം, നമ്മൾ പഠിക്കണം. 2ന്റെ പവേഴ്സ് 10 വരെയുള്ളതൊക്കെ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് മാത്സിലൊക്കെ ധാരാളം സ്ഥലത്ത് ഉപയോഗപ്പെടുന്നതാണ്. 2^7 2^5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 32. അപ്പൊ 32 × 2 64. 64 × 2 എന്താ 128. സോ അതാണ് 2^7. 128 - 6 128 - 6 എന്തെന്ന് വരും, 122 എന്ന് വരും. സോ ഇതാണ് ആൻസർ. അടുത്ത് നമ്മൾ 6th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇവിടെ തൊട്ടാണ് ചില കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ 6th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 45 × 3 × 7 × ബ്രാക്കറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ 7 × എന്നാണ് ബ്രാക്കറ്റ് കൊടുത്താൽ 7 × 22/11 + 36/12. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. 2 ഫ്രാക്ഷൻസ് എന്ത് അറിഞ്ഞിരിക്കണം, ആഡ് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 45 × 3 × 7 × 22/11 + 36/12. അപ്പോൾ ഈ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഉണ്ട്. ബ്രാക്കറ്റ് കണ്ട എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. അതാണ് ട്രിക്ക്. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ആദ്യം ചെയ്യുക. ബ്രാക്കറ്റ് എവിടെ കണ്ടാലും അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് ആദ്യം ചെയ്യുന്നു. നമുക്ക് ഈ 2 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണം. 22/11 + 36/12. ഈ 2 ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ അത് സൂക്ഷിച്ചു നോക്കിയ ഒരു ബന്ധം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ്, ഇവരെ നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ഇവരുടെ സിംപ്ലസ്റ്റ് ഫോമിലല്ല ആ 2 ഫ്രാക്ഷൻസ് ഇരിക്കുന്നത്. കോമൺ ആയിട്ട് ഇവിടെ ഒരു 11 ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു 12 ഉണ്ട്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇതും 11ന്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 11 × 1 11, 11 × 2 22. സോ നമുക്ക് ഇവിടെ 11 കൊണ്ട് മൾട്ടിപ്ലൈ 11 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 22/11 മേളിൽ 2 വരും. ഇവിടെ 11/11 1 എന്ന് വരും. സോ ഇവിടെ 2 എന്ന് വരും. മനസ്സിലായോ? 22/11 22/11 എന്താണ്, 2. അത്രേ ഉള്ളൂ. ദെൻ പ്ലസ് 36/12 36/12 അതും ഫ്രാക്ഷൻ അല്ലേ. 36 എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ 36/12 എത്രയാണ്, 3. ഇവിടെ 22/11 2 36/12 എത്രയാണ്, 3. 12 × 3 ആണ് എന്ത്, 36. സോ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. സോ 45 × 3 × 7. ആദ്യത്തെ അതേപോലെ എഴുതുക. ബ്രാക്കറ്റിനകത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വെച്ചത് 2 + 3. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഇതിന്റെ പകരം മനസ്സിലായല്ലോ. 22/11 പകരം 2 കൊടുത്തു, 36/12 പകരം എന്തെന്ന് കൊടുത്തു, 3 എന്ന് കൊടുത്തു. അടുത്ത് ഈ ബ്രാക്കറ്റ് കളയണം. ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല നമുക്ക്. സോ ബ്രാക്കറ്റ് കളയുമ്പോൾ ഇതെന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ 45 × 3 × 7 അകത്തുള്ള ഒപ്പം സിംപ്ലിഫൈ ഇവിടെ ചെയ്യാമേ. 2 + 3 എന്താണ്, 5 ആണ്. മനസ്സിലായോ? ബ്രാക്കറ്റ് കളഞ്ഞു. അപ്പൊ ഇവിടെ ക്രോസ് ആവും, അതായത് ഇൻറ്റു ആവും. ബ്രാക്കറ്റ് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ഇതാണ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ 2 + 3 5. സോ ഇനി എല്ലാം കൂടെ എന്ത് ചെയ്യും, ഇവ തമ്മിലെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 7 21. 3 × 7 21. 21 × 45. ഓക്കെ, 21 × 45 അത് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയുണ്ട്. 45 × 20 എത്രയെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, 45 × 20 എത്രയെന്ന് കണ്ടുപിടിക്കാം. 900 പ്ലസ് ഒരു 45 കൂടെ. 945 × 45 × 21 കണ്ടുപിടിച്ചത്. 45 × 20 900 പ്ലസ് ഒരു 45. 945 × 5. ഇത് നമുക്ക് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം.
945 ഇൻറ്റു 5 5 25 2 വരും 4 5 20 22 2 9 5 45 47 4725 എന്ന് വരും. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ 4725 എന്നതാണ് ഇതിന്റെ ആൻസർ. സോ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നോക്കാം. വലിയ പാടുള്ള അല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക ഇൻറ്റു ഇത്. സോ 45 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 5 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 25 minus 1/25 into 5 plus 4 minus 3 plus 2 minus 1 plus 3. ഓക്കെ, എളുപ്പമാണ്, കാണുമ്പോൾ പാടമൊക്കെ തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടുത്തെ പ്രത്യേകത? നമ്മൾ ബ്രാക്കറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്ര ബ്രാക്കറ്റ് വന്നു? 2 ബ്രാക്കറ്റ് ആണ് ഉള്ളത്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അകത്ത് വേറൊരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സിൽ വന്നാൽ ആദ്യം അകത്തിരിക്കുന്ന ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക. സോ ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്, ഇതിനകത്ത് അകത്തിരിക്കുന്ന ബ്രാക്കറ്റ് ആദ്യം സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഇവിടെ അകത്തിരിക്കുന്ന ബ്രാക്കറ്റ് ഇതാണ്, അതാണ് ആദ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടത്. സീക്വൽ ടു ബാക്കിയുള്ളതെല്ലാം അതേപോലെ എഴുതുക. 25 minus 1/25 into 5 plus 4 മൈനസ് അകത്തുള്ള സിംപ്ലിഫൈ ചെയ്യുക. സാധാരണ സിംപ്ലിഫിക്കേഷൻ 3 3 ആഡ് ചെയ്താൽ 6, 3 plus 3 6, 6 plus 2 8, 8 minus 1 7, so 7. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? 3 plus 2 minus 1 plus 3, 3 plus 2 minus 1 plus 3. ഇവിടെ ബ്രോഡ് മാസ് ഒന്നും നോക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു അഡീഷണൽ സബ്ട്രാക്ഷൻ നമ്മൾ ഒരു ഓർഡറിൽ ചെയ്ത് വന്നാലും കുഴപ്പമില്ല. 3 plus 2 5, 5 minus 1 4, 4 plus 3 7 എന്ന് കിട്ടും. അതാണ് മൈനസ് ബ്രാക്കറ്റിനകത്തുള്ളതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് മൈനസിന് ശേഷം ആ വാല്യൂ ചേർത്തത് 7 ഈക്വൽ ടു 25 minus 1/25. ഇനി അടുത്തെന്താ സിംപ്ലിഫൈ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യണം അല്ലേ? ഒരു ബ്രാക്കറ്റിന്റെ കേസ് കഴിഞ്ഞു. ഇനി അടുത്ത് വേറെ 2 ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, അടുത്ത് രണ്ടാമത്തെ വലിയ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യാം. 5 plus 4 minus 7, 5 plus 4 9, 9 minus 7 2. അപ്പൊ ഇൻറ്റു 2 ആണ്, ഇൻറ്റു 2. നേരത്തെ പറഞ്ഞതുപോലെ ബ്രാക്കറ്റ് നമ്മൾ കളയുമ്പോൾ ഇതെന്താണ്? ഇവിടെ ഇൻറ്റു എന്നാണ് ഇതിന്റെ അർത്ഥം. 1/25 ഇൻറ്റു ആണ് ബ്രാക്കറ്റ് വരെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 25 minus 1/25 ഇൻറ്റു 2. ഇനി സാധാരണ സിംപ്ലിഫിക്കേഷൻ ഇത് 1 കൊടുക്കുക, ഇൻറ്റു 1/2 എന്ന് കൊടുക്കുക. ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ പലപ്പോഴും തെറ്റിക്കുന്ന ഒന്നാണ്. നമ്മൾ ഇവിടെ എല്ലാവരും ആദ്യം എന്ത് ചെയ്ത് വെക്കും? ഒരൊറ്റത്തിൽ അങ്ങ് ചെയ്തു പോകും. 25 minus 1/25 എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ. അതാണോ കറക്റ്റ് മെത്തേഡ്? അല്ല. ഇവിടെ നമ്മൾ ബോർഡ് മാസ് റൂൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡി ഇല്ല. അടുത്തെന്തുണ്ട്? പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. സോ ആദ്യമേ ഇത് കയറി സിംപ്ലിഫൈ ചെയ്ത് കളയരുത്. അതാണ് ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആദ്യമേ ഇത് കയറി സിംപ്ലിഫൈ ചെയ്ത് കളയില്ല. അതാണ് ഞാൻ അവിടെ ഇട്ടിട്ട് വന്നത്. അവസാനം എന്ത് ചെയ്തു? നമ്മൾ ഇതുമായിട്ടാണോ സിംപ്ലിഫൈ ചെയ്തത്? അല്ല, കിട്ടിയ വാല്യൂ ആയിട്ടാണ് സിംപ്ലിഫൈ ചെയ്തത്. ഇൻറ്റു 2/1 ആണ്. അപ്പോൾ ഇതിനെ അങ്ങ് മറച്ചു പിടിക്കാം. ഓക്കെ, ഇപ്പൊ ഇതിനെ അങ്ങ് മറച്ചു പിടിക്കാം. 25 ഇവിടെ എന്താണ്? 1/25 അല്ല, അവിടെയും പ്രശ്നമുണ്ട്. ഇതെന്താണ്? ഈ മൈനസ് ഇതിന് ബാധകമാണ്. മൈനസ് എന്ന് വെച്ചാൽ ഇതിന്റെ മൈനസ് ആണ്. 25/1 മറച്ചു പിടിക്കുക. ഈക്വൽ ടു 25/1. ഈ മൈനസ് അങ്ങോട്ട് എടുക്കുകയാണ്. സോ ഇവിടെ നമ്മളപ്പോൾ പ്ലസ് ആവും. -1/25 ഇൻറ്റു 2. ഓക്കെ, ഒരു മൈനസിൽ നിന്ന് ഒരു മൈനസ് ആണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവിടെ എന്തായി? പ്ലസ് ആയി. അത് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും പ്ലസ് ഇരിക്കട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. സോ പ്ലസ്. ഇനി എന്ത് ചെയ്യുക? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എന്താണ്? ബോർഡ് മാസ് റൂളാണ്, പക്ഷെ 3 ഫ്രാക്ഷൻസ് ആണെന്നേ ഉള്ളൂ. 3 ഫ്രാക്ഷൻസിനും എന്താണ്? ഇത് ബാധകമാണ്. ഫ്രാക്ഷൻസിനും നമ്മുടെ ലോ ഓഫ് ഇൻഡിസസ് ബാധകമാണ്. സോ ലോ ഓഫ് ഇൻഡിസസ് അല്ല, ബോർഡ് മാസ് ബാധകമാണ്. സോ എന്ത് ചെയ്യുക? ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന വാല്യൂ ഇതും തമ്മിൽ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക, ആഡ് ചെയ്യുക. സോ ഇവിടെ മനസ്സിലായോ? 1/25 കോഎഫിഷ്യന്റ് ആണ് മൈനസ്. ഓക്കെ, മൈനസ് ആണ് ഞാൻ ഇവിടെ ചേർത്തത്. അപ്പോൾ ഇവിടെ എന്താവും? പ്ലസ് മൈനസ് എന്താണ്? മൈനസ് പ്ലസ് മൈനസ് തന്നെയാണ്. മൈനസ് എന്താണ്? പ്ലസ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാം. അതാണ് ഇവിടെ ഞാൻ ചെയ്തത്. പ്ലസ് ഈ മൈനസിൽ നിന്ന് ആ മൈനസ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ ഇവിടെ ആരുള്ളൂ? പ്ലസ്സേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് സമയം കളയണ്ട, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു 25/1 അത് അതേപോലെ എഴുതുക. പ്ലസ് ഇവിടെ എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേഷൻ. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മുടെ ഇവിടെ നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് ഓൺ ഫ്രാക്ഷൻസിൽ അതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കാം. സോ -1 × 2 -2 എന്താണ്? 25. -1/2/25. ഇനി നമ്മുടെ സാധാരണ a/b + c/d ഈക്വൽ ടു എന്താണ്? 25 × 25 625. ഇതൊക്കെ ആ വീഡിയോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ 25 മൾട്ടിപ്ലൈ ചെയ്യുക. 625 then -2 അല്ലേ? 25 × 25 625. ഈ 1 × -2 -2
ദെൻ താഴെ ഇരിക്കുന്നവരുടെ പ്രോഡക്റ്റ് 1 into 25 25 is equal to 623/25 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇത് കുറച്ച് പാടുള്ളതായിട്ട് തോന്നും, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, അകത്തുള്ള ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് വെളിയിലുള്ള ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക, അതൊരു വാല്യൂ കിട്ടും. അതും ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇതുമായിട്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇറക്കിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ, പലപ്പോഴും പല എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ മാത്സ് ക്വിസിനൊക്കെ ധാരാളം സ്ഥലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒപ്പം മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഒന്നുമില്ല, സോ ബോർഡ് മാസ്, ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. അടുത്ത് എന്ത് ചെയ്യാം, ഡിവിഷൻ ആരൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക, ഇവർ രണ്ടുപേരും തമ്മിൽ. 11ന്റെ സൈൻ പോസിറ്റീവ് ആണ്, അപ്പോൾ അത് നോക്കണ്ട. ഈക്വൽ ടു 11 മൈനസ് 11 ഇൻറ്റു 11/11. സിമ്പിൾ. 11 ഹരിച്ച 1, 11/11 1. അടുത്ത് എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ. ആരെയൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെയും പ്രശ്നമുണ്ട്. -11 1 അല്ലേ, 11ന്റെ കോഎഫിഷ്യന്റ് മൈനസ് ആണ്, മൈനസിനെ മറന്നു പോകരുത്. മൈനസും 11ന്റെ കൂടെ ഉള്ളതാണ്. സോ -11 into 1 എത്ര കിട്ടും, -11. 11 minus 11 എന്താണ്, 0. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നോക്കാം. 99 into 99/11 99/99 plus 99. ഇതിന്റെ ആൻസർ കൂടെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക, എന്ത് കിട്ടുമെന്ന് ഇവിടെ പറയുക. ഇവിടെ എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ 0 കിട്ടിയെങ്കിലും എപ്പോഴും 0 കിട്ടണമെന്നില്ല. ഓക്കെ, അടുത്തത് 1/t into, ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പലരും എഴുതിച്ചോളും. പക്ഷെ അങ്ങനെയല്ല, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യുന്നു, ഇവിടെ 3 ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രൊസീജിയറാണ്. ബ്രാക്കറ്റിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആദ്യം ചെറിയ അകത്തുള്ള ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക. ഇവിടെ ഒരു ബ്രാക്കറ്റ്, 2 ബ്രാക്കറ്റ്, അകത്ത് ചെറിയൊരു വേറെ ഒരു ബ്രാക്കറ്റ്. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം ചെറിയ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക. സോ ആൻസർ എന്ത് വരും, 1/2 ഇൻറ്റു കാലി ബ്രാക്കറ്റും അങ്ങനെ തന്നെ കൊടുക്കുക, -2 ഇൻറ്റു ഇത് ഇൻറ്റു എന്നാണ് അറിയാമല്ലോ, -2 ഇൻറ്റു ഇതാണ് ചെറിയ ബ്രാക്കറ്റ്, അതാണ് നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടത്. 1 + 2 എന്താ 3. സോ -2 ഇൻറ്റു ദെൻ വന്ന് 3 ഇൻറ്റു 10. ഇതാണ് ഈ ബ്രാക്കറ്റിൻ്റെ കേസ്. ഓക്കെ, ദെൻ വെളിയിൽ ആരാണല്ലോ 15. ദെൻ വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇൻറ്റു 10. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് സിംപ്ലിഫൈ ചെയ്യുക. ഈ 2 ബ്രാക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതാണ് ചെറിയ ബ്രാക്കറ്റ് എടുത്ത് അത് സിംപ്ലിഫൈ ചെയ്യുക. ഈക്വൽ ടു 1/2 ഇൻറ്റു കേളി ബ്രാക്കറ്റ് അതേപോലെ കൊടുക്കുക, -2 ഇൻറ്റു 3 ഇൻറ്റു 10. 3 ഇൻറ്റു 10 എത്രയാ, 30. 30 ഇൻറ്റു -2 -60. 3 ഇൻറ്റു 10 30. 30 ഇൻറ്റു -2 -60. എന്നിട്ട് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇൻറ്റു 15. ദെൻ ഇൻറ്റു വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇൻറ്റു വെറും 3. അടുത്ത് എന്ത് ചെയ്യുക, 1/2. ഈ ബ്രാക്കറ്റ് ഇനി ആവശ്യമുണ്ടോ, ബ്രാക്കറ്റ് ഇനി ആവശ്യമില്ല. കാരണം നമ്മൾ അകത്തുള്ള സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്ത് വേണ്ട, ബ്രാക്കറ്റ് വേണ്ട. അതുകൊണ്ട് ബ്രാക്കറ്റ് ഒന്ന് മാച്ച് കളയാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, ഇത് 60 -60 ഇൻറ്റു 15 എന്നാണ് അല്ലേ. ബ്രാക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, അത് ഇൻറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ എന്ത് ചെയ്യുക, 1/2 അകത്തുള്ളത് ഇനി ഒരൊറ്റ ബ്രാക്കറ്റിനകത്തുള്ള സിംപ്ലിഫൈ ചെയ്യുക. -60 ഇൻറ്റു 15. 15 ഇൻറ്റു 6 എത്രയാ, 15 ഇൻറ്റു 6 90. 90 -90 പിന്നെ ഒരു 0 -900 എന്ന് വരും. -900 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇൻറ്റു 3. ഇത് സിംപ്ലിഫൈ ചെയ്താൽ പിടി കിട്ടിയല്ലോ. 60 ഇൻറ്റു 15 15 ഇൻറ്റു 6 90. ഇവിടെ ഒരു 0 കൂടെ ഉണ്ട്, 900. ഒരു മൈനസ് കൂടെ ഉണ്ട്, -900. അത്രേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, ഇനി ബ്രാക്കറ്റ് മാറ്റും. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 1/2 ഇൻറ്റു -900 ഇൻറ്റു 3. ഇവിടെ ബ്രാക്കറ്റ് മാറ്റിയപ്പോൾ ഇവിടെ ഇൻറ്റു ആയിട്ട് മാറും. ഇനി ഓർഡിനറി സിംപ്ലിഫിക്കേഷൻ 3/2 അല്ല പതുക്കെ പറയാം. ഓക്കെ, അപ്പോൾ -900 ഇൻറ്റു 3. അത് 9 ഇൻറ്റു 3 എത്ര, 9 ഇൻറ്റു 3 27. അപ്പോൾ 1/2 ഇൻറ്റു 27 പിന്നെ 27 പിന്നെ 2 0 2700 ദെൻ ഒരു മൈനസ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, ഈക്വൽ ടു -2700/2 അല്ലേ. 1/2 1ഉം -2700 എന്താണ് 2700 മൾട്ടിപ്ലൈ ചെയ്താൽ -2700 താഴെ ഇരിക്കുന്ന അതേപോലെ. ഇവിടുത്തെ കറക്റ്റ് ആണല്ലോ ചെയ്തത്. 9 × 3 27 ശരിയാണ്, 2700 തന്നെയാണ്. ഓക്കെ, അടുത്ത് 2700ന്റെ പകുതി. അവിടെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു മൈനസേ ഉള്ളൂ, അപ്പോൾ മൈനസ് അതേപോലെ തന്നെ അവിടെ വരും. ഇപ്പോൾ മൈനസ് ഇതേപോലെ തന്നെ വരും. 2700/2 അതായത് 2700ന്റെ പകുതി. 2700ന്റെ പകുതി എങ്ങനെ കണ്ടുപിടിക്കും, പെട്ടെന്ന് 2000ന്റെ പകുതി എടുക്കുക, 1000. 700ന്റെ പകുതി എടുക്കുക, 350. സോ 1000 350 കൂട്ടിയ 1350, വിച്ച് ഈസ് ദ ആൻസർ. സോ ഇതാണ് നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ -1350. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും.
സോ ക്വസ്റ്റ്യൻ വായിക്കാം. 63 മൈനസ് മൈനസ് 3. ഇതെന്താണ് 63 മൈനസ് മൈനസ് 3. ഓക്കെ, അതൊരു ഏതാ നമ്മൾ ഇങ്ങനെ എഴുതിയ 63 മൈനസ് മൈനസ് 3 എന്ന് എഴുതിയ എന്താണ് ഒരു ഭംഗിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ 3യുടെ മൈനസ് അതിന് മാത്രമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് ഇവിടെ കൊടുക്കും. അതിന് ഉപയോഗിച്ച ബ്രാക്കറ്റ് ആണിത്, അല്ലാതെ മൾട്ടിപ്ലിക്കേഷൻ്റെതാണെന്ന് തൃപ്തിയായിരിക്കരുത്. മൾട്ടിപ്ലിക്കേഷൻ്റെതാണെങ്കിൽ 63 into 2 plus 3 ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് സൈൻ ഒന്നും വരില്ല. പക്ഷെ 63 മൈനസ് 5 into എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ല, അത് മൈനസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 63 മൈനസ് മൈനസ് 3 ആണ്, അല്ലാതെ -1 into -3 എന്നൊന്നും അല്ല. ഓക്കെ, സോ 63 മൈനസ് മൈനസ് 3 എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് 2 minus 8 minus 3 ഹോൾ ഡിവൈഡഡ് ബൈ 3 into 5 plus -2 into -1 5 square into 5 cube. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ടിരുന്നെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് -2 into -1 ആണെന്ന് വിചാരിച്ചാലും മതി. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടടുത്ത് ഇവിടെ ഇതൊരു പാർട്ടാണ്, ഇത് സെക്കൻഡ് ടേം ആണ്, ഇത് ഒരു ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഡിവിഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ കിട്ടുന്ന വാല്യൂ ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റിനകത്തുള്ളത് സിംപ്ലിഫൈ ചെയ്യുക. ഈ ബ്രാക്കറ്റ് അല്ല, ഈ ബ്രാക്കറ്റിനകത്തുള്ളത് സിംപ്ലിഫൈ ചെയ്യുക. ഈ ബ്രാക്കറ്റ് എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 63 ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലേ, -3 ബ്രാക്കറ്റിനകത്ത് ഇതെന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. 2 - 8 - 3 2 ൽ 8 കുറച്ച -6 -6 ഇന്ന് -3 കുറച്ച -9 സിമ്പിൾ. സോ -6 -9 സോ 2 - 8 -6 -6 -3 -9 ഹോൾ ഡിവൈഡഡ് ബൈ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴെ ഇരിക്കുന്നത് തൽക്കാലം അതേപോലെ തന്നെ എഴുതാം. അല്ല, താഴെ ഇരിക്കുന്നത് അതേപോലെ എഴുതരുത്, താഴെ ഇരിക്കുന്നത് കൂടെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. താഴെ ഇരിക്കുന്നത് എന്ത് ചെയ്യുക, ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുക. 3 into ബ്രാക്കറ്റിനകത്തുള്ള സിംപ്ലിഫൈ ചെയ്യുക. ബ്രാക്കറ്റിനകത്തുള്ള ഞാൻ മാറ്റി എഴുതാം. 5 plus -2 into -1 അല്ലേ, -1. ഓക്കെ, അത് ബ്രാക്കറ്റിനകത്തുള്ളത് മാറ്റി എഴുതി. സോ 5 plus ഇവിടെ എന്ത് ചെയ്യുക, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇവ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. -2 -1 മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് പോയി കഴിഞ്ഞാൽ 2. സോ 5 plus 2 7. സോ ഇതിന്റെ വാല്യൂ എന്താണ്, 7. 3 into 7 into then ഇവിടെ 5 square into 5 cube. അടുത്ത ന്യൂമറേറ്ററിൽ നമ്മുടെ അല്ലാത്ത സിംപ്ലിഫിക്കേഷൻ എന്ത് ചെയ്യുക, 63 മൈനസും +3 അല്ല മൈനസ് ഇവിടെ എന്ത് ചെയ്യും, +3 ആവും. സോ 63 +3 ദെൻ ഇവിടെ ഇൻറ്റു -9 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇൻറ്റു -9 എന്നാവും. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ 3 into 7 എന്താണ് 21 എന്ന് വരും. ദെൻ ഇൻറ്റു 3 into 7 21 എന്ന് വരും. 5 square into 5 cube, ലോ ഓഫ് ഇൻഡിസസ്. 5 square into 5 cube. 5ഉം താഴെ അതേപോലെ ഇടാം. നമുക്ക് മുകളിലുള്ളത് ആഡ് ചെയ്യാം. 5⁵5. സോ 5⁵5 എന്ന് ഇവിടെ വരും. അടുത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുക. 63 + 3 into -9. 63 + 3 into -9. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലോ ഓഫ് ഇൻഡിസസ് വീണ്ടും ഇടുകയാണ്. ഇവിടെ പ്ലസ് ഇവിടെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 3 into -9 -27. 3 into -9 -27. 63 ൽ 27 കുറച്ചാൽ എത്ര കിട്ടും, 43 36 കിട്ടും അല്ലേ. 36 27 കൂട്ടിയ കറക്റ്റ് 36 കിട്ടും. സോ ഇതിന്റെ വാല്യൂ 36. സോ ഇവിടുത്തെ ന്യൂമറേറ്ററിന്റെ വാല്യൂ 36 കിട്ടി. ബൈ 21 into 5⁵5. ഓക്കെ, അപ്പോൾ 36/21 ഇൻറ്റു ഈ 5⁵5 മേളിൽ പോകുമ്പോൾ 5⁻⁻5 എന്നാവും അല്ലേ. 1/x⁻m മേളിൽ പോകുമ്പോൾ x⁻−m എന്നാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5⁵5 മേളിൽ പോകുമ്പോൾ 5⁻−5 എന്ന് കിട്ടും. സോ 5⁻−5 ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. 3 ഇവിടെ ഇത് 3ന്റെ മൾട്ടിപ്പിൾ, ഇത് 3ന്റെ മൾട്ടിപ്പിൾ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം എന്തെന്ന് വരും, 36. 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12. ഇവിടെ 21നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7. സോ 12/7 ഇൻറ്റു 5⁻−5 ഇത്ര എഴുതി വെച്ചാൽ മാത്രം മതി. നമുക്ക് മാർക്ക് ഇട്ട് 5⁵5ന്റെ വാല്യൂ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.